ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയെ നിരീക്ഷിച്ചത്. 4 വർഷം നീണ്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശമനമുണ്ടാകുമെന്നും കരുതി. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒറ്റുനോക്കിയ കൂടിക്കാഴ്ചയിൽ പുടിൻ ഹീറോയായി മറങ്ങി. വ്യക്തമായ വിജയം ഇരുവർക്കും ഉണ്ടായില്ലെങ്കിലും കൂടിക്കാഴ്ചയിൽ മേൽക്കൈ നേടിയത് റഷ്യ തന്നെയാണ്. 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പുടിൻ്റെ ശരീരഭാഷ പോലും ഇത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് നടന്ന മാധ്യമങ്ങളുമായുള്ള ഇരുവരുടെയും കൂടിക്കാഴ്ചയും അത് ശരിവയ്ക്കുന്നതായിരുന്നു. പുടിൻ്റെ മൗനത്തിന് പിന്നിൽ ഇന്ത്യയുടെ ഇടപെടലാണെന്നുള്ള വാർത്തകൾ ലോകരാഷ്ട്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. താങ്കൾ എന്നെ വന്ന് കാണൂ എന്ന മട്ടിലാണ് മോസ്കോയിലെ ചർച്ചയിലേക്ക് ട്രംപിനെ പുടിൻ ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ അദ്ദേഹം കണക്ക് കൂട്ടിയിട്ടുണ്ടെന്നാണ് ലോകമാധ്യമങ്ങളുടെ വിലയിരുത്തൽ. പുടിൻ്റെ മേൽക്കൈ സാധൂകരിക്കാവുന്ന കാര്യങ്ങൾ ഉച്ചകോടിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പുടിനെ ചർച്ചയ്ക്ക് വിളിച്ചത് തന്നെ ഒരു തരത്തിൽ റഷ്യയുടെ വിജയമാണ്. യുക്രൈൻ വിഷയത്തിൽ റഷ്യ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിരോധനങ്ങളും ഉപരോധങ്ങളുമായി കഴിയുകയാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ തിയറിയെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ റഷ്യയെ അമേരിക്ക ക്ഷണിച്ചത് തന്നെ ധാരാളമായിരുന്നു. ട്രംപ് നേരിട്ട് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയുടെ നയതന്ത്ര വിജയമായാണ് ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യ അന്നും ഇന്നും ഒരുപോലെ ആഗോളവേദിയിലെ ഒരു പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കാൻ പുടിന് ട്രംപിൻ്റെ ഈ ഒരു ക്ഷണം മാത്രം മതിയായിരുന്നു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ സെലൻസ്കി നേരിട്ടത് കടുത്ത അപമാനമായിരുന്നെങ്കിൽ ട്രംപ് പുടിനെ സ്വീകരിച്ചത് രാജകീയമായിരുന്നു. അമേരിക്കൻ മണ്ണിൽ പുടിന് നൽകിയ ഊഷ്മളമായ സ്വീകരണം ലോകം വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. റെഡ് കാർപ്പറ്റ്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വാഹനമായ ദ ബീസ്റ്റിൽ ട്രംപിനൊപ്പമുള്ള യാത്ര, അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അകമ്പടി എന്നിങ്ങനെ വലിയ സ്വീകരണമാണ് പുടിന് ലഭിച്ചത്. ഇത്തരം ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത്. കടുത്ത വെല്ലുവിളികൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത്. ഇക്കാരണത്താൽ തന്നെ ഉച്ചകോടി വിജയകരമാകേണ്ടിയിരുന്നത് ട്രംപിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ പ്രത്യേക കരാറുകളൊന്നുമില്ലാതെ ട്രംപിന് മടങ്ങേണ്ടി വന്നത് ഉച്ചകോടിയിൽ പുടിൻ തൻ്റെ നിലപാടുകളിൽ വാദങ്ങളിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിലെത്താനാണ് താൻ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ കാര്യമായൊരു കരാറും ഉണ്ടാകാതെയാണ് ഉച്ചകോടി അവസാനിച്ചത്. മാത്രമല്ല, ട്രംപ് ആയിരുന്നു 2023 അമേരിക്കൻ പ്രസിഡന്റായിരുന്നെങ്കിൽ യുദ്ധം സംഭവിക്കില്ലായിരുന്നു എന്ന് പുടിൻ ആവർത്തിച്ചു. അടുത്ത ചർച്ചകൾക്കായി പുടിൻ ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഉയർത്തിക്കാട്ടുന്ന ഒരു നീക്കമായിരുന്നു. ചർച്ചയുടെ പ്രധാന ലക്ഷ്യമായി ട്രംപ് ഉയർത്തിക്കാട്ടിയിരുന്നത് യുക്രൈൻ പ്രതിസന്ധി അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ യുക്രൈനിലെ യുദ്ധം ചർച്ച ചെയ്യാനായി നടന്ന ഉച്ചകോടിയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. യുക്രൈനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ സെലൻസ്കിക്ക് കഴിഞ്ഞില്ല. പകരം റഷ്യയ്ക്ക് കഴിഞ്ഞു. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടതും ഉച്ചകോടിക്ക് ശേഷം ലോകം കണ്ടു. ഇതെല്ലാം കാണിക്കുന്നത് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള റഷ്യയുടെ വിജയം തന്നെയാണ്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, യുക്രൈൻ ജനതയെ പുടിൻ വിശേഷിപ്പിച്ചത് സ്വന്തം ജനത എന്നായിരുന്നു. സ്വന്തം സഹോദര രാജ്യമായ യുക്രൈൻ റഷ്യയ്ക്ക് എത്രമാത്രം പ്രധാനമാണെന്ന് ലോകത്തെ അറിയിക്കാൻ പുടിൻ സ്വീകരിച്ച മാർഗമായിരുന്നു അത്. അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ച മറ്റൊരു കൂടിക്കാഴ്ചയ്ക്ക് കൂടിയാണ് വഴി തുറന്നത്. അത് റഷ്യയിൽ വെച്ച് നടക്കാനും അതിൽ സെലൻസ്കി പങ്കെടുക്കാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അടുത്ത തവണ റഷ്യയിൽ കാണാമെന്ന് പറഞ്ഞാണ് പുടിൻ ചർച്ചകൾ അവസാനിപ്പിച്ചത്. പുടിൻ്റെ നയതന്ത്രപരമായ നീക്കമായാണ് ആ ക്ഷണത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്.